ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പെഷ്യൽ വെണ്ടക്ക കറിയുടെ റെസിപ്പിയാണ്. ഞാനിത് ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എന്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ ഈ വെണ്ടക്ക സ്പെഷ്യൽ കറി ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു കപ്പ് അളവിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വാളം പുളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഒരു അരമണിക്കൂർ നേരം നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തെടുത്ത് അതിലോട്ട് നമുക്കൊരു 5 ചെറിയ ഉള്ളിയും 5 വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കരുത്, എരിവുള്ളത് ഉപയോഗിക്കണം. ഇനി നമുക്കിതിലോട്ടായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ വളരെ നല്ലത്. ഇനി നമുക്കിത് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി മിക്സാക്കി എടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു മാങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ച മാങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ, പുളി കൂടരുത് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് തിളച്ച് വരണം. ഈ മാങ്ങ ഈ അടുപ്പിൽ കിടന്നൊന്ന് തിളച്ച് വരുന്ന സമയം വേണം നമ്മൾ ഇതിലോട്ടായിട്ട് വെണ്ടക്ക ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ ഒരു 100 ഗ്രാം വെണ്ടക്ക ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കരുത്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ കറിയിലോട്ടായിട്ട് വെണ്ടക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയം നമുക്കിതിലോട്ടായിട്ട് നന്നായിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഈ മാങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിനെ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ, ഇതിൽ എരിവും പുളിയും എല്ലാം കറക്റ്റാണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇതിലെ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനെ ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം കൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്കിത് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഒന്ന് കുഴഞ്ഞ് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒരു തിക്കായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കാൻ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഈ കളർ ആകെ മാറിപ്പോവും. ഇതാണ് നമ്മുടെ ഈ വെണ്ടക്ക കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കിതിലോട്ടായിട്ടൊരു 1/2 ടീസ്പൂണ് താഴെയായിട്ട് ഉലുവാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവാപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ. ഇതുകൂടി ചേർത്ത് ഇങ്ങനെ തിളച്ച് വരുമ്പോഴുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഉലുവാപ്പൊടി കൂടി ചേർത്ത് ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു സമയത്തുള്ള ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത്. ഉലുവാപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് തുറന്നിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഇതിലോട്ട് നന്നായിട്ട് ഇറങ്ങി വരുള്ളൂ. ഇത് നമുക്ക് ബിരിയാണീൻ്റെ കൂടെയും സാധാരണ ചോറിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു കിടുക്കാച്ചി മുളകിട്ട ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ വറവിട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കതിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം നമുക്കിതിനെ ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് നമ്മളിത് അടുത്ത ദിവസം സെർവ് ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ സ്പെഷ്യൽ വെണ്ടക്ക മുളകിട്ടത് ഉണ്ടാക്കി നോക്കി അതിന്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.